എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ നമ്മുടെ കരീഷ്മയെ കാണിക്കും. അവന്റെ അടുത്തേക്ക് നമ്മുടെ ഹീറോ വരും. അത് കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോ ഡോറയും പ്രോഫിയും അവർ രണ്ടുപേരും കൂടെ ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരും. അങ്ങനെ നാലാൾക്കാരും ചേർന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇപ്പൊ ബസ് സ്റ്റോപ്പിലേക്ക് വരും. അവര് ബസ് കയറി മെട്രോ സ്റ്റേഷനിലെത്തും. അതിനുശേഷം മെട്രോയിൽ കയറി ഇപ്പൊ അടുത്തൊരു സിറ്റിയിലേക്ക് എത്തും. അങ്ങനെ ഒരു നാലുപേരും അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തും. അത് മറ്റെവിടെയല്ല, സാക്ഷാൽ നൈറ്റയുടെ ആ ഓഫീസ്. നമ്മുടെ നാലാൾക്കാരും ഇപ്പൊ നടന്ന് നടന്ന് ആ ഓഫീസിലേക്ക് കയറി ചെല്ലും. അപ്പോഴായിരിക്കും അവര് കാണുക ഒരുപാട് ടീച്ചേഴ്സ്, മറ്റ് സ്കൂളുകളിലെ ഒരുപാട് സ്റ്റുഡൻസ്, അങ്ങനെ എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഐസമ മാസ്റ്റർ ആളും കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്ത് അവിടെ തന്നെയുണ്ട്. അപ്പോഴായിരിക്കും നൈറ്റ് ആൾ അവിടേക്ക് വന്ന് കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുക. അങ്ങനെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഇപ്പൊ വലിയൊരു ഡിസ്കഷൻ അത് നടക്കാൻ തുടങ്ങും. നൈറ്റായി പറയും, നമ്മളുടെ എല്ലാവരുടെ ലക്ഷ്യം ഇപ്പൊ ആ ഒരു കൊച്ചു വില്ലനാണ്. കഴിഞ്ഞിടയ്ക്കുണ്ടായ ആ ഒരു കള്ളന്മാരുടെ ആക്രമണം, നഗരത്തിൽ ഭീതി പടർത്തിയ ആ ഒരു കള്ളന്മാരെ പിടിച്ചത് ആ ഒരു കൊച്ചു വില്ലനാണ്. അതിന്റെ കാരണം അത് അന്വേഷിച്ചു പോയപ്പോഴാണ് കൂടുതൽ അപകട സാധ്യത അത് ഞാനും എന്റെ ടീമും തിരിച്ചറിഞ്ഞത്. അതായത് വർഷങ്ങളായിട്ട് വില്ലന്മാര് അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ലീഗ് ഓഫ് വില്ലൻസ് എന്നൊരു ടീം തന്നെ ഇപ്പൊ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം ലോകം മുഴുവൻ അവരുടെ കീഴിലാക്കുക, അവരുടെ ആൾക്കാര് എങ്ങും സ്പ്രെഡ് ചെയ്യുക, നമ്മളെപ്പോലുള്ള ഹീറോസിനെ എന്നേക്കുമായിട്ട് വകവരുത്തുക. ഇത് മൂന്നുമാണ്. അതിന്റെ നമ്പർ 1 ലീഡറാണ് ഡോമർ വില്ലൻ. അപ്പൊ അതേ സമയത്താണ് ട്വൈസ് ഈ കൊച്ചു വില്ലനുമായിട്ട് ലീഗ് ഓഫ് വില്ലൻസിൽ എത്തുന്നത്. ലീഗ് ഓഫ് വില്ലൻസില് സ്യൂട്ട് ആവുന്ന എല്ലാവരെയും അവർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. അവർക്ക് സ്യൂട്ട് ആവാത്തവരെ അവര് തൽക്ഷണം വെട്ടിക്കൊന്നു. എന്റെ സംശയം അത് ശരിയാണെങ്കിൽ ഇപ്പൊ അവരെല്ലാവരും ചേർന്ന് ഒരു വമ്പൻ മാസ്റ്റർ പ്ലാൻ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നമ്മളും പുതുതായിട്ട് ഒരു ടെക്നോളജി അത് ഇന്നോവേറ്റ് ചെയ്തെടുത്തു. ഹീറോ നെറ്റ്വർക്ക് എന്നാണ് അതിന്റെ പേര്. അതായത് ആർക്കെങ്കിലും മറ്റ് ഹീറോസിന്റെ സപ്പോർട്ട് വേണമെങ്കിൽ അവർക്ക് ഓൺലൈൻ വഴി മറ്റ് സൂപ്പർ ഹീറോസിന്റെ ഹെൽപ്പ് അത് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അത് കേട്ട് ഇപ്പൊ ഒരു സൂപ്പർ ഹീറോ ആള് ദേഷ്യപ്പെട്ട് പറയും, യു ആർ അൺബിലീവബിൾ. ഇത്രയും വലിയൊരു മീറ്റിംഗില് ഇതുപോലുള്ള പൊടിപ്പിള്ളാരെ നിനക്കെങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞു? അത് കേട്ടുണ്ടപ്പൻ അവൻ ചാടി എഴുന്നേറ്റ് പറയും, ഇവരാരും അത്ര ചെറിയ പിള്ളേരല്ല. ഇനി ഒരു പക്ഷേ അവർ ചെറിയ പിള്ളേരാണെങ്കിലും അവരുടെ കഴിവ് അതെന്താണെന്ന് നിനക്കറിയോ? അവരെ ആർക്കും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാനോ താഴ്ത്തി കെട്ടാനോ യാതൊരു അവകാശവും ഇല്ല. അപ്പൊ നൈറ്റേ ആളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ വീണ്ടും ചില കാര്യങ്ങൾ പറയും. സിറ്റിയില് ഇപ്പൊ വ്യാപകമായിട്ട് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഈ കൊച്ചു വില്ലനും അവന്റെ ടീമും ആണെന്നാണ് നമ്മൾ ബലമായിട്ട് സംശയിക്കുന്നത്. അപ്പോഴായിരിക്കും കരീഷ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു ഫൈറ്റ് ഓർമ്മ വരിക. അതിലൊരുത്തൻ ഒരു ഡ്രഗ് എടുത്ത് അവന്റെ പവർ തന്നെ ഡബിളാക്കി മാറ്റി. മാത്രമല്ല കൈച്ചസക്കിയുടെ പവർ അത് ഒരുപാട് നേരത്തേക്ക് അവൻ ഫ്രീസ് ചെയ്തു. പക്ഷെ അല്പനേരം കഴിഞ്ഞ് അവൻ ഓക്കെ ആയി. അത് കേട്ട് എല്ലാവരും ഇപ്പൊ ഷോക്കാവും. അവൻ പറയും, ബുള്ളറ്റ് കൊണ്ടതിന് ശേഷം അവൻ ചിക്കയെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അവന്റെ പവർ അത് മുഴുവനായിട്ടും തകർന്നുപോയി എന്നാണ്. പിന്നീട് പതിയെ പതിയെ അതെല്ലാം നോർമലായി വന്നു. മാത്രമല്ല ആ ഒരു ഇഞ്ചക്ഷന്റെ കളറ് അത് ബ്ലൂ ആണ്. അപ്പൊ അതിന് നൈറ്റായി പറയും, ആ ഒരു ഇഞ്ചക്ഷനില് ഹ്യൂമൻ ബ്ലഡ് അത് ആഡ് ആയിട്ടുണ്ട്. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. നൈറ്റായി പറയും, അവൻ ഹ്യൂമൻസിനെ വെച്ചാണ് ഈ ഒരു സിറിഞ്ച് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല അതവൻ ലോകം മുഴുവൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് തടഞ്ഞില്ല എങ്കിൽ അത് വലിയ കുഴപ്പമായിട്ട് മാറും. അവനാണ് ആ കൊച്ചു വില്ലൻ. അവൻ ഒറ്റൊരാളാണ് ആ ഒരു സൂപ്പർ പവർ ബുള്ളറ്റ് അത് കണ്ടുപിടിച്ചത്. അതിലവൻ ഹ്യൂമൻ ബ്ലഡ് അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ അന്ന് കണ്ട ആ ഒരു ചിന്ന പെണ്ണ് അവളുടെ ബോഡിയിൽ നിന്നായിരിക്കും ഇതിനാവശ്യമായിട്ടുള്ള ബ്ലഡ് അവൻ കളക്ട് ചെയ്യുന്നത്. പക്ഷെ ആ പെൺകുട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല. അവളുടെ പേര് എറി എന്നാണ്. അന്ന് അവളുടെ ബോഡിയിൽ ഒരുപാട് ബാൻഡേഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ഉറപ്പിക്കാം അവളിൽ നിന്നാണ് ഈ ഒരു ബുള്ളറ്റ് ക്രിയേറ്റ് ആവുന്നതെന്ന്. പക്ഷെ അതൊക്കെ കൺഫേം ചെയ്യാനും തെളിയിക്കാനും നമ്മുടെ കയ്യിലിപ്പോ സോളിഡ് എവിഡൻസ് ഒന്നുമില്ല. ഒരു പക്ഷെ എന്തുകൊണ്ട് ഇതവരുടെ ടെസ്റ്റിംഗ് സിറിഞ്ച് ആയിക്കൂടാ? ആ ഒരു ബുള്ളറ്റ് സിറിഞ്ച് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ
മറ്റുള്ളവരുടെ സൂപ്പർ പവർ അത് മുഴുവനായിട്ടും അതിനെ കൊണ്ട് അബ്സോർബ് ചെയ്യാൻ കഴിയും. അങ്ങനെ വന്ന സിറ്റിയിൽ ആക്രമണങ്ങളുടെ എണ്ണം അത് വർദ്ധിക്കും. നമ്മുടെ സൂപ്പർ ഹീറോസിനെ അവരാ ബുള്ളറ്റ് ഉപയോഗിച്ച് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കും. പിന്നെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല എന്ന് ഇപ്പൊ നൈറ്റേ പറയും. അപ്പൊ ആ ചെവിയിൽ കമ്മലിട്ടവൻ അവൻ പറയും, നിങ്ങൾ ഓൾറെഡി ആ പെൺകുട്ടിയെ കണ്ടതല്ലേ, എന്തുകൊണ്ട് അന്ന് നിങ്ങൾ അവളെ രക്ഷിച്ചില്ല? അന്ന് അവളെ രക്ഷിക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം അന്ന് തന്നെ സോൾവ് ആയേനെ. അത് കേട്ട് നമ്മുടെ ഇസുക്ക് പയ്യൻ അവൻ ഒരുപാട് ടെൻഷനാവും. നല്ലൊരു ചാൻസ് മിസ് ചെയ്ത് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അവൻ അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ ടേബിളിൽ ഇടിക്കും. അടുത്ത തവണ ഉറപ്പായിട്ടും അവളെ ഞാൻ രക്ഷിക്കുമെന്ന് ഇപ്പൊ ഇസുക്ക് പറയും. അതിന് നൈറ്റായി ആള് പറയും, അവളെ കണ്ടുപിടിക്കുക എന്നത് അത്ര ഈസി അല്ല. കാരണം ഓൾറെഡി അവർക്ക് ഒരുപാട് ഹൈഡൌട്ട്സ് ഉണ്ട്, അത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഈ സിറ്റിയിൽ തന്നെ അവരുടെ ഹൈഡൌട്ടില് ആ കുട്ടിയുണ്ട്. അങ്ങനെ അവളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങള് അത് പകുതിയോളം സോൾവ് ആവും. അതിനുണ്ടപ്പം പറയും, ഇത്രയും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. അവരുടെ ഹൈഡൌട്ടിലേക്ക് ഞാൻ തന്നെ പോയി അവനെ അടിച്ചു തോൽപ്പിച്ച് ആ ഒരു പെൺകുട്ടിയെ ഞാൻ രക്ഷിക്കാം. അതിന് നൈറ്റേ പറയും, നീ ആരാ, ചിരിക്കുടനോ? നിന്നെ കൊണ്ടല്ല, ചിരിക്കുടന് പോലും അത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മണ്ടത്തരം കാണിക്കാതെ നീ മിണ്ടാതിരിക്കെ. നമുക്കിപ്പോ ആവശ്യം നല്ലൊരു പ്ലാനിംഗ് ആണ്. അതിലൂടെ മാത്രമേ അവനെ കണ്ടെത്തി ആ പെൺകുട്ടിയെ മോചിപ്പിക്കാൻ കഴിയൂ. അപ്പൊ ഇവിടെ ഐസമ മാസ്റ്ററിന് ഇപ്പൊ ഒരു വമ്പ കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം നൈറ്റയുടെ പവർ അവന് ഫ്യൂച്ചർ കാണാൻ കഴിയും എന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് ഫ്യൂച്ചറിൽ നമ്മൾ ആ വില്ലനെ പിടിക്കുമോ, അല്ലെങ്കിൽ അവനെ പിടിക്കാനുള്ള സാധ്യതകള് ഇവന് ചെക്ക് ചെയ്തുകൂടാ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തില് അവനെ പിടിച്ചൂടെ? അപ്പൊ നൈറ്റേ പറയും, ഈ ഒരു അവസ്ഥയില് എനിക്ക് എന്റെ ഫോർകാസ്റ്റിംഗ് പവർ അത് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം വില്ലൻ വളരെ പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യുന്ന സമയത്ത് എനിക്കും പലതും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല എന്നെ കൊണ്ട് ഒരു ദിവസം വളരെ കുറച്ച് സമയം മാത്രമേ ആ ഒരു പവർ അത് ഉപയോഗിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അത് വെച്ച് നമുക്ക് കൂടുതലായിട്ട് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല. നമ്മളുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ കണ്ടെത്തുക, അവളെ രക്ഷിക്കുക എന്നതാണ്. എങ്കിലും മാത്രമേ ഇപ്പൊ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഇഞ്ചക്ഷൻ, ആ ഒരു ബുള്ളറ്റ്സ്, അതൊക്കെ തന്നെ നമ്മളെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയൂ. സോ ഇന്നു മുതൽ നമ്മൾ വളരെ വിജിലന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതായി വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഐസമ മാസ്റ്റർ ആള് നമ്മുടെ സ്റ്റുഡൻസിന് അടുത്തേക്ക് വരും. മാസ്റ്റർ പറയും, ഇന്നു മുതൽ നിങ്ങൾക്ക് ഹീറോ ട്രെയിനിങ് ഉണ്ടാവില്ല. അത് കേട്ട് നമ്മുടെ പിള്ളേര് ഷോക്കാവും. ഇസുക്ക് പയ്യനാണെങ്കിൽ ഇപ്പൊ ഡബിൾ ഷോക്ക് വരും. കാരണം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ പെൺകുട്ടിയെ രക്ഷിക്കുക എന്നത്. മാസ്റ്റർ പറയും, ഈ ഒരു മിഷനില് ആ ലീഗ് ഓഫ് വില്ലൻസ് അവരുടെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ അപ്പൂപ്പ മാസ്റ്ററിനെയും നൈറ്റയെയും കാണിക്കും. അപ്പൊ മാസ്റ്റർ ചോദിക്കും, ഇസുക്ക് പയ്യൻ, അവനെ കുറിച്ച് നിനക്ക് എന്താ തോന്നണേ? അതിന് നൈറ്റേ പറയും, അവനെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ചിരിക്കുടനെ തന്നെയാണ്. കട്ട് ചെയ്ത നമ്മുടെ ചിന്നപ്പെണ്ണ് അവള് പേടിച്ചു വരച്ച് ഇപ്പൊ ഒരു റൂമിലിരിക്കുകയാണ്. അവൾക്ക് ചുറ്റും ഒരുപാട് ടോയ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവളാണെങ്കിൽ അത് തൊട്ടുപോലും നോക്കില്ല. അപ്പൊ ഒരുത്ത വന്ന് ആ ഡോർ തുറന്ന് ഇപ്പൊ അവളോട് സംസാരിക്കാൻ തുടങ്ങും. അവൻ അവളോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിന്റെ ഫ്രണ്ടാണ്. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാം, അതെല്ലാം ഞാൻ നിനക്ക് സാധിച്ചു തരും. പക്ഷെ അവള് പേടിച്ചു വരച്ച് ഒന്നും മിണ്ടില്ല. അപ്പൊ അവൻ ഇപ്പൊ പുറത്തേക്ക് പോവും. അപ്പൊ ചിന്നപ്പെണ്ണ് അവളിപ്പോ നമ്മുടെ ഇസുക്ക് പയ്യനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങും. കാരണം അവൻ മാത്രമാണ് അവളോട് സ്നേഹത്തില് കുറച്ചു നേരമെങ്കിലും പെരുമാറിയത്. അങ്ങനെ അവള് നമ്മുടെ ചെക്കനെ ഓർത്ത് കിടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.